കോട്ടയ്ക്കലിലെ കൗൺസിലർ കബീർ ചേരുന്നു. കബീർ, ഏതാണ്ട് 2016 കാലഘട്ടത്തിലാണ് ഈ പരാതി ഉയർന്നതെന്നാണ് മനസ്സിലാകുന്നത്. എങ്ങനെയാണ് ഈ രീതിയിൽ ആൾക്കാർക്ക് BMW കാറൊക്കെ സ്വന്തമായുള്ള ആൾക്കാർക്ക് പെൻഷൻ ലഭിക്കുന്നത്? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇത് ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി, ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടി സർക്കാർ നടപ്പാക്കുന്ന ഇത്തരത്തിലുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികൾ അനർഹരുടെ കൈകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാർ ആണ് ഇതിന് യഥാർത്ഥത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരുന്നത്. അവരാണ് ഇതിന് സമൂഹത്തോട് ഉത്തരം പറയേണ്ടത്. സ്വാഭാവികമായിട്ടും ആളുകൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ അപേക്ഷ നിരവധിയായ പരിശോധനകൾക്ക് ശേഷമാണ് ഇത് പാസ്സാവുന്നത്. ഒരാളുടെ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ വീടുകളിൽ പോയിട്ട് ആ അപേക്ഷകൻ്റെ എല്ലാ സ്ഥിതിയും, സാമ്പത്തിക സ്ഥിതി, വീടുകളുടെ അവസ്ഥ, പൊതുവായിട്ടുള്ള ചുറ്റുപാട്, വാഹനമുണ്ടോ, AC ഉണ്ടോ തുടങ്ങിയിട്ടുള്ള സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിഷ്കർഷിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പരിശോധന നടത്തിക്കൊണ്ട് ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ICDS സൂപ്പർവൈസർമാർ അവരാണ് ഈ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ സാധാരണഗതിയിൽ നഗരസഭയിൽ പരിശോധിക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ. മറ്റു ഉദ്യോഗസ്ഥന്മാരും പരിശോധിക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ പരിശോധിച്ചിട്ടുള്ള അവരുടെ റിപ്പോർട്ടാണ് ബന്ധപ്പെട്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് വരുന്നത്. ആ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് ശേഷമാണ് ഇത് കൗൺസിലിലേക്ക് വരുന്നത്. അതിനുശേഷമാണ് ഇത് പെൻഷൻ പാസ്സാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അനർഹർ, നമുക്കറിയാം, ഇന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് യഥാർത്ഥത്തിൽ കേരളമാകെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞങ്ങളുടെ കോട്ടക്കൽ നഗരസഭയിലെ 7ാം വാർഡും ഉൾപ്പെട്ടു എന്ന് പറയുമ്പോൾ സത്യത്തിൽ അത് ആകെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പരിശോധനയ്ക്ക് വിധേയമാകണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റക്കാർക്കെതിരെ അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു അപരാധം, സമൂഹത്തോട് ചെയ്തിട്ടുള്ള അപരാധത്തിന് കൂട്ടുനിന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം, ശക്തമായ പരിശോധന നടത്തണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. മാത്രവുമല്ല, ഇത് ഈ പറയുന്ന പോലെ ഇന്നലെ ഇപ്പോൾ BMW വാഹനമുള്ള ആ കുടുംബത്തിലെ അംഗം തന്നെ ഇന്നലെ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി, ഞങ്ങളിതിന് അനർഹരാണ്. മാത്രമല്ല, ആ BMW ആ മകൻ, കാറിൻ്റെ ഉടമസ്ഥനായ മകൻ എറണാകുളത്ത് സെറ്റിലാണ്, അദ്ദേഹം ഇവിടെ പോകാറുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആ വീട്ടുകാർക്ക് പോലും ഞങ്ങളിത് വാങ്ങുന്നത് ശരിയല്ല എന്നൊരു തോന്നലിലേക്ക് അവരെത്തിയില്ല എന്ന് പറയുമ്പോൾ അത് നമ്മളെല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. സ്വാഭാവികമായിട്ടും സൂക്ഷ്മമായ പരിശോധന നടത്തേണ്ടതാണ്. പരിശോധന നടത്തിയിട്ട് എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് സംബന്ധിച്ച് നല്ല പരിശോധന വേണം. കാരണം ഇത് കോട്ടക്കൽ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭ ഭരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ഒരു ഭരണസമിതിയാണ്. അഴിമതിക്ക് പേര് കേട്ട ഒരു നഗരസഭയാണ് കോട്ടക്കലിലെ നഗരസഭ. നിരവധിയായ വിഷയങ്ങളിൽ വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന, വിജിലൻസ് കേസുകൾ നിലവിലുള്ള ഒരു നഗരസഭയാണ്. 120 മീറ്റർ കോട്ടക്കലിലെ പാലത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ മാധ്യമങ്ങളിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട നേരത്തെ വിഷയമാണ്. 120 മീറ്റർ റോഡിന് പണം അനുവദിച്ച് 90 മീറ്റർ പണി പൂർത്തിയാക്കി 120 മീറ്ററിൻ്റെയും പൈസ വാങ്ങിയതിൻ്റെ പേരിൽ ഇപ്പോൾ അന്നത്തെ മുനിസിപ്പൽ സെക്രട്ടറിയും ഒരു സസ്പെൻഷൻ നിൽക്കുന്ന സാഹചര്യം കോട്ടക്കലിൽ